പ്രൈസ് ദി ലോർഡ്. സ്നേഹമുള്ളവരെ, കർത്താവിൻ്റെ ചിറകിൻ കീഴിലാണ് നമുക്ക് അഭയം. ഇന്നത്തെ നമ്മുടെ ധ്യാനം റൂത്തിൻ്റെ പുസ്തകം 2-ാമത്തെ അധ്യായം 12-ാമത്തെ വാക്യത്തെ കേന്ദ്രമാക്കിക്കൊണ്ടാണ്. നിന്റെ പ്രവൃത്തികൾക്ക് കർത്താവ് പ്രതിഫലം നൽകും. നീ അഭയം പ്രാപിച്ചിരിക്കുന്ന ഇസ്രായേലിൻ്റെ ദൈവമായ കർത്താവ് നിന്നെ സമൃദ്ധമായി അനുഗ്രഹിക്കും. പ്രതീക്ഷിക്കാൻ അവൾക്ക് വകയൊന്നും ഉണ്ടായിരുന്നില്ല. മൊവാബ്യ സ്ത്രീയാണ് റൂത്ത്. ബെത്ലഹത്ത് നിന്ന് ക്ഷാമകാലത്ത് മൊവാബിലേക്ക് കുടിയേറി പാർത്ത നവോമി ഭർത്താവിനോടും 2 മക്കളോടും കൂടിയാണ് അവിടെ ചെന്നത്. അവിടെ വെച്ച് പുത്രന്മാർ മൊവാബ്യ സ്ത്രീകളെ വിവാഹം ചെയ്തു. ഏറെ താമസിയാതെ നവോമിയുടെ ഭർത്താവും 2 പുത്രന്മാരും മരിച്ചു കഴിഞ്ഞപ്പോൾ നവോമി പെൺമക്കളോട് പറഞ്ഞു, നിങ്ങൾ തിരിച്ച് നിങ്ങളുടെ തന്നെ നാട്ടിലേക്ക് പോയി വിവാഹം ചെയ്ത് കുടുംബിനികളായി മക്കളുടെ അമ്മമാരായി ജീവിക്കുക. ഓർഫ എന്ന ഒരുവൾ മടങ്ങിപ്പോയി. പക്ഷേ റൂത്ത് മടങ്ങിപ്പോകാൻ തയ്യാറായില്ല. അമ്മയോടുള്ള സ്നേഹം, അമ്മയെ ശുശ്രൂഷിക്കാനുള്ള താല്പര്യം, അതവളെ നാടുവിട്ട് ബെത്ലഹത്തേക്ക് പോകാനായിട്ട് പ്രേരിപ്പിച്ചു. അവൾ പറയുന്നത് ശ്രദ്ധേയമാണ്. അമ്മ പോകുന്നിടത്ത് ഞാനും പോകും, അമ്മ മരിക്കുന്നിടത്ത് ഞാനും മരിക്കും, അമ്മയുടെ ദൈവമായിരിക്കും എൻ്റെ ദൈവം. ഇപ്രകാരമുള്ള ഈ ഒരു ഉറച്ച തീരുമാനത്തെ ദൈവം തന്നെ സംരക്ഷിച്ചു. ദൈവം തന്നെ അനുഗ്രഹിച്ചു, പ്രതിഫലം നൽകി. ബെത്ലഹത്തേക്ക് വന്നവൾ വിജാതിയായിരുന്നു. ഇസ്രായേൽക്കാരിടയിൽ വിജാതിയരോട് അവജ്ഞയും പുച്ഛവും ഉണ്ടായിരുന്നു, നമുക്കറിയാം. പക്ഷേ ദൈവം അവൾക്ക് പ്രത്യേകമായ സംരക്ഷണം നൽകി. നവോമിയുടെ ഒരു അകന്ന ബന്ധുവായ ബോവാസിൻ്റെ വയലിൽ കാലാപെറുക്കാനായിട്ട് അവൾക്ക് അവസരം കിട്ടി. ബോവാസിന് റൂത്തിനോട് താല്പര്യമുണ്ടാകാൻ കർത്താവ് തന്നെ അവസരമൊരുക്കി. റൂത്തിൽ അനുരക്തനായ ബോവാസ് അവളെ വിവാഹം ചെയ്തു. ആ വിവാഹത്തിൽ നിന്ന് ജനിച്ച തലമുറയിലാണ് ദാവീദും പിന്നീട് മിശിഹായും ജനിക്കുക. മാതൃസ്നേഹത്തെ പ്രതി, മാതാവിനോടുള്ള താല്പര്യത്തെ പ്രതി ശുശ്രൂഷ ചെയ്യാൻ വേണ്ടി എല്ലാം വിട്ട് ഉപേക്ഷിച്ചിറങ്ങിയവൾ ഒരു കാര്യത്തിൽ മാത്രമേ ആശ്രയിച്ചിരുന്നുള്ളൂ, ഇസ്രായേലിൻ്റെ ദൈവത്തിൽ. അങ്ങയുടെ ദൈവം എൻ്റെ ദൈവമായിരിക്കും. ഇതിനെയാണ് ബോവാസ് വിശേഷിപ്പിച്ചത്, നീ അഭയം പ്രാപിച്ചിരിക്കുന്ന ദൈവം. നീ ആരുടെ ചിറകിൻ കീഴിൽ അഭയം തേടിയിരിക്കുന്നുവോ ആ ദൈവം നിന്നെ സമൃദ്ധമായി അനുഗ്രഹിക്കും. ഇതാണ് ബോവാസിൻ്റെ ഒരു ആശംസ, അനുഗ്രഹം. ഈ അനുഗ്രഹമാണ് നമ്മൾ ധ്യാന വിഷയമാക്കുന്നത്. റൂത്ത് കർത്താവിൻ്റെ ചിറകിൻ കീഴിൽ അഭയം തേടി. ആ അഭയം തേടിയത് വാക്കുകൊണ്ട് മാത്രമായിരുന്നില്ല, പ്രവൃത്തി കൊണ്ടുമായിരുന്നു. മറ്റാരിലും പ്രതീക്ഷിക്കാതെ, ഒന്നും പ്രതീക്ഷിക്കാനില്ലാത്തപ്പോഴും ഈ മാതൃസ്നേഹമെന്ന ഒരൊറ്റ ചിന്ത കൊണ്ട് എല്ലാം ഉപേക്ഷിച്ചിറങ്ങിത്തിരിക്കാൻ തയ്യാറായവളാണ് റൂത്ത്. കൊച്ചുറേസ്യ പറഞ്ഞതായിട്ട് രേഖപ്പെടുത്തിയിട്ടുണ്ട്, സ്വർഗമില്ലെങ്കിലും ഞാൻ നിന്നെ സ്നേഹിക്കും, നരകമില്ലെങ്കിലും ഞാൻ പാപം ചെയ്യില്ല, കാരണം നീ എന്നെ അത്രമാത്രം സ്നേഹിക്കുന്നു. ദൈവത്തിൻ്റെ ഈ ശക്തമായ അനിർവചനീയമായ സ്നേഹമാണ് നമ്മളെ മുന്നോട്ട് നയിക്കേണ്ടത്. ആ സ്നേഹം നമുക്ക് മുകളിൽ ചിറകായി വിരിച്ചിരിക്കുന്നു. ആ സ്നേഹത്തിൽ അഭയം തേടുന്നവർ പരസ്പരം സ്നേഹിക്കാനും ശുശ്രൂഷ ചെയ്യാനും കടപ്പെട്ടിരിക്കുകയും ചെയ്യുന്നു. അതിനുള്ള ശക്തി, കൃപ തമ്പുരാൻ നമുക്ക് പ്രദാനം ചെയ്യട്ടെ.